ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയാണേ. അതിൻ്റെ കൂടെ നമ്മളെ വിറ്റമിൻ ഡി കൂടി കിട്ടുന്നുണ്ട്. PSC പഠിച്ച് ഇപ്പോൾ പറയുന്നൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ വെറുതെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി മുറ്റത്തൂടെ എങ്ങനെ നടക്കുക. നമ്മളെ വാവ ഉറക്കത്തിലാട്ടോ, അല്ലെങ്കിൽ ഓനെയും കൂടി വിളിക്കാനും. പിന്നെ നേരെ അടുക്കളയിലേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ദോശയും സാമ്പാറൊക്കെ കഴിച്ച് ഓരോരോ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കാൻ ഒരു രസമല്ലേ. അപ്പോൾ ടേസ്റ്റും കൂടും. ഞാൻ പോകാൻ റെഡി ആയപ്പോഴേക്കും വാവ എണീറ്റ്. ഇനിയിപ്പോൾ ഓനെ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണൂ, അയ്യൊരു വിഷമമുണ്ട്. പിന്നെ ഞാനിവിടുന്ന് പോകുന്നത് എൻ്റെ കോളേജിലേക്കാട്ടോ, DLEDൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. അങ്ങനെ ഞാനൊരു ടീച്ചറായി. ബസ്സിൽ പോകുമ്പോൾ സൈഡ് സീറ്റ് തന്നെ കിട്ടി. പക്ഷെ വെയിലത്തായിപ്പോയി. പിന്നെ പാട്ടൊക്കെ കേട്ടങ്ങ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ കോളേജിലെത്തി. ഞാൻ പഠിച്ച വടകര ഡയറ്റിലാണ് കേട്ടോ. എൻ്റെ ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഡയറ്റിൽ നിന്ന് ഇറങ്ങി ബസ് ഇങ്ങനെ കാത്തു നിൽക്കുക. പക്ഷെ എപ്പോഴും മനസ്സവിടെ തന്നെയുള്ളത്. ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചോ, പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഥ പറഞ്ഞതും അങ്ങനെ കുറേ പിന്നെ നാട്ടിലേക്കുള്ള ബസ് കിട്ടി. ഇപ്രാവശ്യം വെയിലില്ലാത്ത ഭാഗം നോക്കിയിരുന്ന്. അതിൻ്റെ ഇടയ്ക്ക് വിശപ്പ് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി വേഗം തന്നെ ചോറും കറിയും ഉപ്പേരിയൊക്കെ അങ്ങ് തട്ടി. ഞാൻ നോക്കുമ്പോൾ കൊലായിൽ പൊടിക്കാറ്റടിച്ചിട്ട് ഫുള്ള് പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചെടുത്ത്. മക്കൾ ട്യൂഷൻ വരാനുള്ളതല്ലേ, അപ്പോൾ അവർക്ക് പൊടി പാറരുതല്ലോ. അതുകൊണ്ട് ഞാനതൊക്കെ വേഗം ഒന്ന് വൃത്തിയാക്കി. പിന്നെ ട്യൂഷനായിരുന്നു. നല്ല രസമാട്ടോ, ഓലെ തമാശയും കളിയും എല്ലാം. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ മുട്ട റോസ്റ്റ് സെറ്റാക്കി വെച്ചിരുന്നു. എന്താ ടേസ്റ്റ്! അങ്ങനെ പ്ലേറ്റ് മൊത്തം ഞാൻ കാലിയാക്കി. പിന്നെ ഞാൻ നാളെ ക്ലാസ് കാണിക്കാനുള്ള കറണ്ട് അഫയേഴ്സൊക്കെ എഴുതി വെച്ചേ.